അടുത്ത വിഷയം പേഷ് കർത്താ ഹെ, അത് നമ്മളുടെ സ്പോൺസർഡ് ബൈ നമ്മളുടെ ഉണ്ണാക്കൻ അബ്ദുള്ള അബ്ബാസിനെ സംബന്ധിച്ചുള്ള ഒരു ചെറിയൊരു അപ്ഡേറ്റാണ്. നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുന്നേയൊക്കെ എപ്പോഴും നമ്മൾ ഇതിൻ്റെ ഇടയിലിടയിൽ എപ്പോഴും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ഈ സംവാദത്തിന് വെല്ലുവിളിച്ചു, 2021 മുതലുള്ള വെല്ലുവിളി നിലനിൽക്കുന്നു, ഏറ്റെടുക്കുന്നില്ല എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അത് സംബന്ധിച്ചിട്ടുള്ള ഒരു സംഗതിയാണ് നമുക്കിവിടെ പറയാനുള്ളത്. അബ്ദുള്ള അബ്ബാസിൽ അവരുടെ വേദികളിൽ അവരുടെ കമൻറ്റ് ബോക്സിലൊക്കെ പറയും ആരിഫിനെ വിളിച്ചിട്ട് വന്നില്ല, ഞങ്ങൾ ലിങ്ക് ഒട്ടിച്ചിട്ട് കാത്തിരുന്നു, വന്നില്ല എന്നൊക്കെ പറയും. ഞാൻ അന്നും ഇവരോട് പറഞ്ഞാണ്, ഓൺലൈൻ പരിപാടിക്ക്, സ്റ്റുഡിയോയിലുള്ള നിങ്ങളുടെ ഉടായ്പ പരിപാടിക്ക് നമ്മളില്ല. പൊതുവേദിയിൽ സംവാദത്തിന് ഞാൻ പണ്ടേ റെഡിയാണ്, വിഷയം മുന്നോട്ട് വെച്ചിട്ടുണ്ട്, നിങ്ങൾ ഏറ്റെടുക്കുക, മുന്നോട്ട് വരിക, ഇസ്ലാം സംബന്ധിച്ചുള്ള വിഷയങ്ങൾ. പക്ഷേ ഇവർ രണ്ട് കളത്തിലാണ് കാണിച്ചുകൊണ്ടിരുന്നത്. ഒന്ന്, നമ്മൾ പറയാത്ത കാര്യം പറഞ്ഞുകൊണ്ടിരുന്നു. അതായത് ഞാൻ നുണ പറയുന്നു എന്നാണ് പറയാറ്, പോട്ടെ, അത് ഞാൻ സമ്മതിച്ചു. ഇവർ അതിനേക്കാൾ വലിയ നുണയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണ്, ഞാൻ ഓൺലൈനിൽ വരാമെന്ന് സമ്മതിച്ചു, ഞാൻ എവിടെ ചെയ്താൽ നമ്മൾ ഈ പണി നിർത്തുന്നത് ഞാൻ പറഞ്ഞാണ്. ഇപ്പോഴും അവർക്ക് സാധിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഓൺലൈനിൽ പോകാമെന്ന് ഞാൻ എവിടെ സമ്മതിച്ചിട്ടില്ല, ഓഫ്ലൈൻ പൊതുവേദിയിലാണെങ്കിൽ ഞാൻ തയ്യാറാണെന്നാണ് അന്നും ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവരുടെ വേദികളിൽ വരുന്ന ആളുകളോട് എന്ത് പറയും, ആരിഫ് വന്നില്ല, മുങ്ങി എന്ന് പറയും. എന്നിട്ട് നമ്മളുടെ ആളുകൾ ഇവരെ വിളിക്കും. ഇപ്പോൾ എസൻസിൻ്റെ ലിറ്റ്മസിലേക്ക് വിളിച്ചപ്പോൾ ഇവരെന്ത് പറയും, ഞാനില്ല, യുക്തിവാദികളുടെ വേദിയിലേക്ക് ഞാനില്ല എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് വഴിയും. രഹസ്യമായിട്ട് ഇതാണ് സംഭവിക്കുക. അതുപോലെ തന്നെ ചില ഫോൺ കോളുകൾ സാധനം പുറത്തേക്ക് വന്നിട്ടുണ്ട്, യുക്തിവാദികളുടെ വേദിയിലേക്ക് പോകില്ല എന്ന് പറയുന്നത്. ഇതാണ് ഇവർ രഹസ്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പൊതുവിടത്തിൽ വന്നിട്ട് കാക്കാമാരുടെ മുന്നിൽ, ഈ വിശ്വാസികൾ മെഴുകുന്നവരുടെ മുന്നിൽ വന്നിട്ട് പറയും ആരിഫ് മുങ്ങി എന്ന് പറയും. അപ്പോൾ ഏതായാലും ഇനി അതിനുള്ള വഴിയില്ല. കാരണം ഈ ബാസിൽ എന്താണ് നമ്മൾ ഉണ്ണാക്കം ചെയ്തതെന്നുള്ളത് ഇവിടെ വെളിച്ചത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ മുന്നോട്ട് വെച്ച 2021 മുതൽ വെച്ചുകൊണ്ടിരിക്കുന്ന ആ വിഷയങ്ങൾ ഏതാണെന്നുള്ളത് ഒന്നുകൂടി പറയാം. അതായത് പൊതുവേദിയിൽ വെല്ലുവിളി വെച്ചിട്ട് ഇസ്ലാമിനെ തൊടാൻ പേടിച്ച് ബാസിൽ മുങ്ങി നടക്കുന്ന സംവാദ ക്ഷണങ്ങൾ, ഇങ്ങനെ ഒരു ലിസ്റ്റ് ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് അവിടെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് പോയിട്ട് കാണാം. ഇത് അവിടെ ഇരിക്കും. ഇത് 2025 ഡിസംബറിൽ ഞാൻ വെച്ചിരിക്കുന്നതാണ്. 10 വർഷം കഴിഞ്ഞാൽ ഇതിവിടെ തന്നെ ഉണ്ടാവും. ഇവൻ തൊടാൻ പോകുന്നില്ല. ഇതിലെന്താ എഴുതി വെച്ചിരിക്കുന്നത്, അള്ളാഹു ദൈവമാണോ, 2021 വെച്ചിട്ടുള്ള ഒരു വെല്ലുവിളിയാണ്. അപ്പോൾ ദൈവമാണ് എന്ന് ബാസിലിന് വാദിക്കാം, ദൈവമല്ല, ഇത് മുഹമ്മദ് നബിയുടെ ഫേക്ക് ഐഡി ആണെന്നുള്ളത് ഞാൻ തെളിയിക്കും. മത വെല്ലുവിളി പൊതുവേദിയിലേക്ക് ഇതുവരെ ബാസിൽ ഏറ്റെടുത്തിട്ടില്ല. രണ്ടാമത്തേത്, മുഹമ്മദ് ഉത്തമ മാതൃകയാണ്, ഉസ്വത്തുൻ ഹസനയാണെന്നാണല്ലോ പറയുന്നത്. അപ്പം ഉത്തമ മാതൃകയാണ് എന്ന് ബാസിലിന് തെളിയിക്കാം, ഉത്തമ മാതൃകയല്ല എന്ന് ഞാൻ തെളിയിക്കും. ഓക്കെ, രണ്ട് വശവും പറയാം. അപ്പോൾ ഇത് 2021 വെച്ചാണ്, ഇതുവരെ ഏറ്റെടുത്തില്ല. പൊതുവേദിയിലേക്കുള്ള വെല്ലുവിളി ക്ഷണമാണ്, ഇതുവരെ ഏറ്റെടുത്തിട്ടില്ല. ഇനി ഇസ്ലാം ധാർമ്മികമാണ്, ധാർമ്മികത എന്ന് പറയുന്ന സാധനം അത് ഇസ്ലാം ഇല്ലെങ്കിൽ ആകെ പ്രശ്നമാണെന്നാണ് ഇവർ പറയുക. അപ്പോൾ ഇസ്ലാം എന്ന് പറയുന്ന മതം അതൊരു ധാർമ്മികത ഉള്ള മതമാണോ എന്ന ഒരു ചോദ്യം ആണ് എന്ന് ബാസിലിനെ വാദിക്കാം. അല്ല എന്ന് നമ്മൾ കാണിച്ചു കൊടുക്കുക. അടിമയെ പൂശി നടക്കാനുള്ള കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ ഇരിക്കുകയല്ലേ, ഇഷ്ടം പോലെ ഉണ്ട്. പൊതുവേദിയിൽ ഇതുവരെ എടുത്തിട്ടില്ല. അടുത്തത്, ഇസ്ലാം ഒരു സമാധാന മതമാണോ, സമാധാനം ഉണ്ടാക്കുന്ന മതലാതെയാക്കുന്നതാണോ, ഇതൊക്കെ നമുക്ക് ചോദിക്കാം. അപ്പോൾ സമാധാന മതമല്ല എന്ന് ഞാൻ വാദിക്കും, ആണ് എന്ന് ബാസിലിന് വാദിക്കാം. ഇത് 2021 വെച്ചതാണ്, ഇതും ഏറ്റെടുത്തിട്ടില്ല. പിന്നെ ഈ ഏറ്റവും ഒടുവിൽ നമ്മൾ വെച്ചു കൊടുത്ത മറ്റൊരു ഒരു വിഷയം കൂടിയാണ്, ശാസ്ത്രത്തിൽ ഇസ്ലാമിന് എന്താ പറയുക, ഈ ചന്ദ്രനെ പിളർത്തുക, അതുപോലെ ഈ നക്ഷത്രം പെറുക്കി എറിയുക, ഇഞ്ചാതി സാധനങ്ങൾ, ഇതിലൊക്കെ എന്താണ് ഇസ്ലാമിൻ്റെ പങ്ക് എന്നുള്ള സംബന്ധിച്ച്. അപ്പോൾ പങ്കുണ്ട് എന്ന് ബാസിലിന് വാദിക്കാം, ഇല്ല എന്ന് നമ്മൾ കാണിച്ചു കൊടുക്കും. ഇതും ഏറ്റെടുത്തിട്ട്, ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആണ്, സമയം കിടക്കണില്ലുള്ളൂ, മിനിമം 5 വർഷമെങ്കിലും വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഏതായാലും ഇത് നമ്മൾ ഇട്ടു. അപ്പോൾ ഇതിൽ എന്താ സംഭവം, ഏറ്റെടുക്കുമെന്ന പ്രതീക്ഷയോടെ ഓൺലൈൻ സ്റ്റുഡിയോ സംവാദ ഉടായ്പ ഇവിടെ ചിലവാവില്ല. ഈ ഓൺലൈൻ സ്റ്റുഡിയോ സംവാദ ഉടായ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, പൊതുവേദിയിൽ വരണം, ഒന്നാമത്തെ കാര്യം. ഓൺലൈൻ ഉടായ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കാര്യങ്ങൾ കൈവിട്ട് പോകുന്നു എന്ന് കാണുമ്പോൾ മ്യൂട്ട് ചെയ്യുക, റേഞ്ച് ഇല്ല എന്ന് പറയുക, ഇഞ്ചാതി പരിപാടികളൊക്കെ ചെയ്തിട്ട് സംഗതി ഒളിച്ച് കടത്തുക, ഇതാണ് പരിപാടി. മുങ്ങുക, ഇതാണ് മുന്നേ നടന്നിട്ടുള്ളത്. ഇത് ഓൾറെഡി നടന്നിട്ടുള്ളതാണ്. ഇതിൻ്റെ വീഡിയോ ശകലം നമ്മളെ ചാനൽ തന്നെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതായത് സംവാദം നടക്കുമ്പോൾ ഉത്തരം മുട്ടുന്ന ഘട്ടം എത്തിക്കഴിയുമ്പോൾ അവർ മുങ്ങും. അങ്ങനെ മുങ്ങുന്ന സമയത്ത് അറിയാതെ ക്യാമറ ഓണായി പോയപ്പോൾ അവർ ഇതിൻ്റെ അടിയിൽ ഒളിച്ചിരിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന കാഴ്ച ഒരു മിന്നായം പോലെ പുറത്ത് വരികയും അത് ഫ്ലാഷ് ആവുകയും ചെയ്തു. ഇങ്ങനെയാണ് ഇവരോട് ഉടായ്പ കൈയോടെ പിടികൂടുന്നത്. അതായത് അവർ മിണ്ടാതിരിക്കുക, എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ കേട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ പരിപാടി കമ്പിളിപ്പുതപ്പ്, ആ കമ്പിളിപ്പുതപ്പ് പരിപാടിക്ക് നമ്മൾ കിട്ടില്ല. പിന്നെ നമുക്ക് അങ്ങനെ ഈ പറയുന്ന ടീമിൻ്റെ സ്റ്റുഡിയോയിൽ പോയിട്ട് അവരുടെ വീട്ടിൽ പോയി എന്നിട്ട് സംവാദം നടത്തേണ്ട കാര്യമൊന്നും എനിക്കില്ല. നമ്മൾ പൊതുവേദിയിൽ, കാരണം ഇത് അങ്ങനെ നടത്തിയിട്ടുള്ളൂ നമ്മളിതുവരെ, നമ്മളെ രീതി അതാണ്. അപ്പോൾ ആ വേദി നമ്മൾ വരാൻ തയ്യാറാണ്. പൊതുവേദിയിലേക്ക് വരുമ്പോൾ ഒന്നുകിൽ നിങ്ങൾ വേദി ഒരുക്കുക, ഞാൻ അവിടെ വരാം, അല്ലെങ്കിൽ നമ്മുടെ വേദിയിലേക്ക് വിളിക്കുമ്പോൾ നിങ്ങൾ വരിക. പക്ഷേ നിങ്ങളെന്താ ചെയ്യണത്, നിങ്ങൾ വേദി ഒരുക്കുകയല്ല,
നമ്മുടെ വേദിയിലേക്ക് വിളിച്ചാൽ നിങ്ങൾ വരില്ല എന്ന് പറയുകയും ചെയ്യും. എന്നിട്ട് വിശ്വാസികളുടെ അടുത്ത് പോയിട്ട് നിങ്ങൾ പറ്റിക്കും. ആരിഫ് മുങ്ങി എന്ന് പറയും. ആ ഉടായ്പാണ് ഈ നടത്തിക്കൊണ്ടിരുന്നത് പൊളിഞ്ഞത്. അപ്പോൾ ഇതാണ് ബാസിലിനോട് നമുക്ക് പറയാനുള്ളത്. ബാസില, ഇനിയെങ്കിലും നമ്മളുടെ ഹൈത്തമി വന്ന് എന്നെ തേച്ചൊട്ടിച്ച് പോയ പോലെ, വേളം വന്ന് രവിചന്ദ്രനെ തേച്ചൊട്ടിച്ച പോലെ, അയ്യൂബ് മൗലവി വന്ന് തേച്ചൊട്ടിച്ച പോലെ ജബ്ബാർ മാഷ്, അതുപോലെ അക്ബർ അക്ബർ ജബ്ബാർ മാഷ് തേച്ചൊട്ടിച്ച പോലെ, രാഹുൽ ഈശ്വർ വന്ന് തേച്ചൊട്ടിച്ച് എന്നെ 2 തവണ തേച്ചൊട്ടിച്ചു എന്ന് പറഞ്ഞ മാതിരി എല്ലാവരും വന്നാലും നമ്മൾ തേച്ചൊട്ടിക്കാനുള്ള അവസരമല്ലേ. വേറൊരാളും കൂടി ഉണ്ടായിരുന്നു. പുള്ളിയുടെ പേരെന്താണ് ഇവർ പറയാറില്ല, പേര് ഞാൻ തന്നെ പറഞ്ഞു, പോട്ടെ, ഒരു പാവത്താനായിരുന്നു, ഒരു അറബി അധ്യാപകൻ. ഇതുപോലെയുള്ള ആളുകൾ വന്നു പോയ പോലെ എന്തുകൊണ്ട് ബാസിലിന് വന്ന് നമ്മളെ ചുമ്മാ വന്ന് തേച്ച് ഒട്ടിച്ച് പോകണം മിസ്റ്റർ? അതിനുള്ളൊരു സുവർണാവസരമല്ലേ നമ്മൾ വെച്ച് തരുന്നത്? എന്താ അത് എടുക്കാത്തതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള അസുലഭ അവസരങ്ങൾ നിങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കുക. എന്നെ തേച്ചൊട്ടിക്കാനുള്ള, എന്നെ എക്സ്പോസ് ചെയ്യാനുള്ള വളരെ മികച്ച അവസരങ്ങളാണ്. ഇനിയെങ്കിലും അത് ഉപയോഗിക്കുക. അതും പൊതുജനങ്ങളുടെ മുന്നിൽ നമുക്ക് അത് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ എന്തോ ബാസിൽ അത് എടുക്കുന്നില്ല. അപ്പോൾ പൊതുവേദിയിലെ സംവാദത്തിന് ഇനിയെങ്കിലും തയ്യാറാവുക. മാത്രമല്ല, ഇസ്ലാമിനെ തൊടാൻ ധൈര്യപ്പെടുക. ബാസിലിൻ്റെ സംവാദ വിഷയങ്ങളൊക്കെ എടുത്ത് നോക്കിയ വലിയ തമാശയാണ്. ഇസ്ലാം ഏഴായാലത്തുണ്ടാവില്ല. ഇസ്ലാമിൻ്റെ വിഷയം പറയാതെ എങ്ങനെയെങ്കിലും അതിനെ രക്ഷിക്കാൻ വേണ്ടിയുള്ള പണിയാണ് ചെയ്യുക. അത് നമുക്ക് കാണാം. അപ്പോൾ സ്റ്റുഡിയോ വിട്ടിറങ്ങാൻ ധൈര്യം കാണിക്കുക. 2025 വെച്ചിട്ടുള്ള, ഡിസംബറിൽ വെച്ചിട്ടുള്ള ഇത് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള സാധനമാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ് ഞാൻ ഒരു ആശ്വാസം ഇത് പറഞ്ഞു വന്നപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഇതാണ്. ഇതിപ്പോൾ നമ്മൾ വെല്ലുവിളി വെച്ച് കഴിയുമ്പോൾ സാധാരണ സംഭവിക്കാറ് എന്താണ്? ഞാൻ തയ്യാർ എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ രാഹുൽ ഈശ്വർ, ഭാഗ്യത്തിന് രാഹുൽ ഈശ്വർ ജയിലിൽ കിടക്കണമായതുകൊണ്ട് നമുക്ക് പണി ഇതുവരെ വന്നിട്ടില്ല. എന്നുവെച്ചാൽ ഇതുവരെ രാഹുൽ ഈശ്വർ ഏറ്റെടുത്തിട്ടില്ല. ഇല്ലെങ്കിൽ ഇനി രാഹുൽ ഈശ്വറായിട്ട് വീണ്ടും എന്നെ തേച്ചൊട്ടിക്കുന്നത് കാണേണ്ടി വരും. എനിക്ക് മടുത്തു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഏതായാലും രാഹുൽ ഈശ്വർ വന്ന് പുറത്തിറങ്ങിയിട്ട് ഏറ്റെടുക്കുന്നതിന് മുന്നേ ബാസിലൊന്നും എടുക്കണം എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ സാധിച്ചില്ല. നമ്മളുടെ ഉണ്ണാക്കൻ നമ്മളെ അവിടെ പ്രതീക്ഷ നശിപ്പിച്ചു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് നമ്മളുടെ ബാസിൽ ഒരു ലിസ്റ്റ് പുറത്തിറക്കി. ആ ലിസ്റ്റ് ഇതാണ്. ഞങ്ങൾ ഇങ്ങനെ സംവാദ ക്ഷണമൊക്കെ വെച്ചിട്ട് ഇതുവരെ മുങ്ങി നടക്കുന്നത് കാരണം നടക്കാതെ പോയ സംവാദം എന്ന് പറഞ്ഞിട്ട് കുറേ ലിസ്റ്റ്. ഇതിൽ എൻ്റെ പേരുണ്ട്. 2-3 സ്ഥലത്ത് എൻ്റെ പേര് കണ്ടു. വിഷയങ്ങൾ ഇതൊക്കെയാണ്. നിരീശ്വരവാദത്തിൽ ധാർമ്മികത നിർവചിക്കാൻ സാധ്യമോ? അത് രവീന്ദ്രനായിട്ടാണ്. അത് രവീന്ദ്രനെ എടുക്കാതിരിക്കുക ചെയ്തോട്ടെ. അത് ഓഫ്ലൈൻ ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. സ്വതന്ത്ര എന്താണ് നൂലില്ലാത്ത പട്ടമോ? ഇതാണ് 2ാമത്തെ സംവാദ വിഷയം. അത് ജബ്ബാറിന് വെച്ചിട്ടുള്ളതാണ്. അത് ജബ്ബാർ മാഷ് എടുക്കാതിരിക്കുക ചെയ്യട്ടെ. എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. വൈശാഖൻ തമ്പിയോട് വെച്ചിരിക്കുന്നത് തെളിവുകൾ നയിക്കുന്നത് നിരീശ്വരവാദത്തിലേക്കോ ദൈവത്തിലേക്കോ. അത് വൈശാഖൻ തമ്പി എടുക്കാം. ഓഫ്ലൈനോ സ്റ്റുഡിയോ എവിടെ വെച്ചാൽ പുള്ളി പോയി എടുത്തോട്ടെ. LGBT വെച്ചിട്ടുള്ള സംബന്ധിച്ചുള്ളൊരു വിഷയം അത് അവർ എടുക്കുക. റിയാസ് സലീമിനെയാണ് വെച്ചിരിക്കുന്നത്. അത് അവരുടെ കാര്യം. ഇനി നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ ദൈവമുണ്ടോ ഇല്ലേ, ഇതാണ് വിഷയം. അള്ളാഹുവിനെ തൊടൂല കേട്ടോ, ദൈവത്തെ തൊടുള്ളൂ. ഒന്നാമത്തെ കാര്യം ദൈവം ഉണ്ടോ ഇല്ല എന്നുള്ളതിൻ്റെ ഒരു വിഷയമേ അല്ല. ഒന്നാമത്തെ കാര്യം ദൈവമുണ്ട് എന്നുള്ളതിൻ്റെ ഒരു അപ്ലൈഡ് ആയിട്ടുള്ള ഒരു തെളിവ് പോലും നമ്മുടെ മുന്നിലില്ല. ഇനി ഇവിടെയൊക്കെ സംഭവിച്ചത് അള്ളാഹു അല്ലെങ്കിൽ ഇതുപോലുള്ള ഏതും ദൈവം ചെയ്താണെന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ വൃത്തിയായിട്ട് നമ്മുടെ നാട്ടിലെ ആശാരിമാർ പണിയെടുക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് ദൈവത്തിൻ്റെ പിന്നാലെ പോകാൻ നമ്മളില്ല. അള്ളാഹു ഒരു ദൈവമാണ്, ഒരു ഒറിജിനൽ ദൈവമാണ്, ഒരു ഫേക്ക് ഐഡിയാണ്. ഇതാണ് നമ്മുടെ വിഷയം. അത് ബാസിൽ തൊടില്ല. എന്നിട്ട് അത് വെച്ചിരിക്കുന്നത് തന്നെ ഓൺലൈൻ അല്ലെങ്കിൽ സ്റ്റുഡിയോ. ഞാൻ പറഞ്ഞു ഓൺലൈനും സ്റ്റുഡിയോ ഇല്ല, പൊതുവേദിയിൽ മാത്രമുള്ള സംവാദങ്ങൾക്കുള്ളത് ഏത് വിഷയമായാലും. അപ്പോൾ അവിടെ അത് പൊളിയുന്നു. ഇസ്ലാം തൊടുന്നില്ല, നമ്മളത് എടുക്കില്ല. ഇസ്ലാമുമായിട്ടുള്ള ബന്ധമുള്ള വിഷയം നമ്മൾ എടുക്കുക. കാരണം നമ്മൾ എക്സ് മുസ്ലിമാണ്. ബാക്കിയൊക്കെ പിന്നത്തെ കാര്യം. ഇനി അടുത്തത് ധാർമ്മികത. മതത്തിൽ നിരീശ്വരവാദത്തിൽ ഏത് മതത്തിൽ? അതെന്താണ് ഇസ്ലാമിൻ്റെ കാര്യം പറയാൻ മടി? ഇതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ അതുകൊണ്ട് ഇസ്ലാം അല്ലാത്തതുകൊണ്ട് അതും നമ്മൾ എടുക്കുന്നില്ല. മതം നമ്മുടെ വിഷയമല്ല, ഇസ്ലാമാണ് നമ്മുടെ വിഷയം. അത് ഓൺലൈനാണ് കേട്ടോ, പൊതുവേദി ആൾ അംഗീകരിക്കുന്നില്ല. ഇനി അടുത്ത വിഷയമാണ് അടിമത്തം ഇസ്ലാമിലും ആധുനികതയിലും. 3ാമത്തെ വിഷയം അതാണ്. അത് ഓൺലൈനും സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഓപ്ഷൻ. അവിടെ ഇസ്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ബാക്കിയുള്ള വിഷയം നിങ്ങൾക്ക് കാണാം. ലിയാക്കത്തിനും വെച്ചിട്ടുണ്ട് ആ വിഷയം. ലിയാക്കത്തും പറഞ്ഞത് ഓഫ്ലൈൻ സംവാദമാണ്, മീൻസ് ഈ പൊതുവേദിയിൽ. അതും പുള്ളി ഏറ്റെടുത്തിട്ടില്ല. നമ്മളുടെ ബാസിൽ ഇപ്പോഴും മുങ്ങി നടക്കുകയാണ്. LGBTQ മല്ലു അനലിസ്റ്റുമായിട്ടുള്ള സംവാദം. പിന്നെ എന്താണ് ദൈവാസ്തിത്വം, അത് സംബന്ധിച്ചുള്ളത്. പിന്നെ വീഡിയോയിൽ പറഞ്ഞ നുണകൾ, അതൊക്കെ അതിൻ്റെ വഴിക്ക് പോട്ടെ. അപ്പോൾ നമ്മുടെ വിഷയം ഇതിലകത്ത് ഒരെണ്ണം ഇസ്ലാം കടന്നു വന്നിട്ടുണ്ട്. ഇത്രയും സാധനം ഉണ്ടായിട്ട് ഒരു ഇസ്ലാം ഉള്ളത് അത് മാത്രമാണ്. അത് നമ്മളെടുത്തു. ലിയാക്കത്തിനുണ്ട്, എനിക്കുണ്ട്. പക്ഷേ മൂപ്പര് വരില്ല. അപ്പോൾ ഞാൻ അത് ഏറ്റെടുത്തു. അതായത് ആ സംവാദം ഞാൻ തയ്യാറായി. കാരണം അടിമത്തം ഇസ്ലാമിലും ആധുനികതയിലും എന്ന് പറയുന്ന ആ സംഗതി അത് ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ്. അതായത് 11-ാം തീയതി, ഇന്നലെയാണ് ഞാൻ ആ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. 10-ാം തീയതി ബാസിൽ അറിയാൻ വേണ്ടി ഈ വിഷയം, അതായത് അടിമത്തം ഇസ്ലാമിലും ആധുനികതയിലും എന്ന വിഷയത്തിലുള്ള സംവാദത്തിന് ഞാൻ തയ്യാർ. അത് പൊതുവേദിയിലാകണം എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഒരു നിബന്ധന. എന്ന് വെച്ചാൽ അത് ഒന്നുകിൽ ആ വേദി ഏർപ്പാടാക്കുക,
അല്ലെങ്കിൽ നമ്മൾ വെക്കാം, നമ്മളെ വേദിയിലേക്ക് നിങ്ങൾ വരിക. ജനുവരി മാസത്തിൽ ഏതെങ്കിലും ഒരു ശനിയോ ഞായറോ ഇപ്പോഴേ പറഞ്ഞാൽ മുൻകൂട്ടി പറഞ്ഞാൽ നമുക്ക് തീരുമാനിക്കാവുന്നേ ഉള്ളൂ. കുറച്ചുകൂടി അങ്ങ് പോയാൽ പിന്നെ ഫെബ്രുവരിയിലേക്കൊക്കെ പോകേണ്ടി വരും. നമുക്ക് സമയം വേറെ പണികൾ, പ്രവർത്തനങ്ങൾ, അതുപോലെ പരിപാടികളൊക്കെ വരുന്നതാണ്. അപ്പോൾ മുൻകൂട്ടി പറയാം. അപ്പോൾ ഏതെങ്കിലും ശനിയോ ഞായറോ, അതൊന്നെങ്കിൽ എറണാകുളത്ത്, അല്ലെങ്കിൽ കോഴിക്കോട്, അതല്ലെങ്കിൽ ഏതെങ്കിലും ബാംഗ്ലൂർ, എവിടെ ആയാലും കുഴപ്പമൊന്നുമില്ല. ശനിയോ ഞായറോ ആവുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. നമുക്ക് യാത്ര ചെയ്തെത്തേണ്ട ഒരു സമയം മാത്രമേ വേണ്ടൂ. പൊതുവേദിയിൽ അത് തയ്യാറാക്കുക. ഇനി നിങ്ങൾക്ക് വേദി ഒരുക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ, അതിന് പൈസ ഇല്ലാത്തതാണെന്നുണ്ടെങ്കിൽ അത് ഞാൻ സ്പോൺസർ ചെയ്യാം. അത് നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല. അപ്പോൾ ബാസിൽ ഉണ്ണാക്കൻ്റെ ടീമിലുള്ള ആളുകൾ, ഇവിടെ കമൻറ്റിൽ മെഴുകുന്ന ആളുകൾ എല്ലാവരും അറിയാൻ വേണ്ടിയിട്ട് പറയുകയാണ്, ഈ വെല്ലുവിളി നമ്മൾ ഏറ്റെടുത്ത് കഴിഞ്ഞു. ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ ഇത് പൊതുവേദിയിൽ മാത്രമേ നടക്കുകയുള്ളൂ. നിങ്ങളുടെ സ്റ്റുഡിയോ, ഓൺലൈൻ ഉടായ്പ് പരിപാടികളൊന്നും ഇവിടെ നടക്കില്ല. പൊതുവേദിയിലേക്ക് വരിക. ഹൈത്തമി വന്ന പോലെ, വേളം വന്നതുപോലെ, MM അക്ബർ വന്ന പോലെ, അയ്യൂബ് വന്ന പോലെ വരിക. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഞാൻ ഏറ്റെടുത്തു. ഇത് ആളുകൾ ഇത് മനസ്സിലാക്കുക. കാരണം ഇനിയിപ്പോൾ നമ്മൾ ഏറ്റെടുത്തില്ല, ആരിഫ് മുങ്ങിന്ന് എന്തായാലും പറയാൻ കഴിയില്ല. നമ്മൾ ഏറ്റെടുത്തത് പബ്ലിക്കായിട്ട് പോസ്റ്റ് ഇടുകയാണ് ചെയ്തത്. എല്ലായിടത്തും നമ്മൾ പബ്ലിഷ് ചെയ്തു. കമൻറ്റിൽ ആളുകൾ പോയിട്ട് അവിടെ ചോദിക്കാൻ തുടങ്ങി. ബാസിലിൻ്റെ അടുത്ത് നേരിട്ടും അല്ലാതെയൊക്കെ ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ ബാസിൽ പിന്നെ വേറെ നിവൃത്തിയില്ല. അപ്പോൾ ഇത്ര നാൾ ബാസിൽ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്, ഇത് സംഭവം നമ്മൾ ആരിഫ് മുങ്ങി എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതെ ബാസിൽ പോസ്റ്റ് ഇട്ടിരിക്കുകയാണ് ഇന്നലെ. എന്താണ് എഴുതിയിരിക്കുന്നത്? മറ്റു സംവാദ സംബന്ധിയായ നിലപാടുകൾ നേരത്തെ അറിയിച്ചതാണ്. സ്വന്തം കൂട്ടത്തിലുള്ളവർ പോലും സാമൂഹിക വിരുദ്ധനും സഭ്യമായി സംസാരിക്കാൻ അറിയാത്തവനുമായതുകൊണ്ട് വേദി പങ്കിടാത്ത ആരിഫിനെ പോലുള്ളവരോട് പൊതുവേദി പങ്കിടാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പറയുന്നത് തന്നെ പരിഹാസ്യമാണ്. എന്ന് വെച്ചാൽ ബാസിൽ പൊതുവേദിയിലേക്ക് വരില്ല. വല്ലാത്തൊരു മെഴുകലായിപ്പോയി. അതായത് ഇത്രമാത്രം അസഭ്യം പറയുന്ന പല അതായത് മുഹമ്മദ് നബി 6-ാം വയസ്സിൽ കെട്ടി 9-ാം വയസ്സിൽ പൂശി, അടിമയെ പൂശി എന്നൊക്കെ പറയുന്ന അത്രയും വളരെ മോശമായ മ്ലേച്ഛമായ കാര്യങ്ങൾ പറയുന്ന ഞാനുമായിട്ട് ഓൺലൈനിലാണെങ്കിൽ വേദി പങ്കിടാം, ഓഫ്ലൈനിൽ വേദി പങ്കിടാൻ കഴിയില്ല. അത് ഇച്ചിരി ബുദ്ധിമുട്ടാണെന്നാണ് കേട്ടോ ബാസിൽ പറയുന്നത്. നമ്മൾ ക്ഷമിക്കുന്നു. എന്തായാലും മൂപ്പര് മുങ്ങി. ഇതാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് പൊതുവേദിയിൽ വരില്ല എന്നാണ് പറയുന്നത്. എന്നാൽ പോലും അവർക്ക് ആശയ സംവാദത്തിന് ഈ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഏറെ പുരോഗമിച്ച കാലത്ത് ഞങ്ങൾ അവസരം ഒരുക്കിയിട്ടുണ്ട്. ഏത് കമ്പിളിപ്പുതപ്പ് തുല്യ സമയം നിശ്ചയിച്ച് വ്യക്തമായ കരാറുകളോടെ അത്തരം സംവാദങ്ങൾ ഓൺലൈനായി സംഘടിപ്പിക്കാവുന്നതാണ്. ഇത് പൊതുവേദിയിൽ ബാക്കിയുള്ളവർക്കൊക്കെ വരാമെങ്കിൽ ബാസിൽ വന്നേ പറ്റുള്ളൂ. ബാസിൽ ഈ ഉടായ്പ നടക്കില്ല. അതിന് സന്നദ്ധത ഉണ്ടെങ്കിൽ അത് എഴുത്തു മുഖേന അറിയിക്കാം. നമ്മൾ കത്തെഴുതണം. ഓക്കെ. ഔദ്യോഗികമായി രേഖാമൂലം ഞങ്ങളും പ്രതികരിക്കുന്നതാണ്. ഓക്കെ. അതിനപ്പുറം സാമൂഹിക വിരുദ്ധർക്കും ഓൺലൈൻ ബ്ലോഗർമാർക്കും ഞങ്ങളിലൂടെ സാമൂഹിക പ്രസക്തി നൽകാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്ന് വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നത്. ഏത് 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആവാൻ പോകുന്ന എന്നോടാണ് അവൻ പറയണത്. ബാസിലിൻ്റെ ചിലവിൽ എനിക്ക് പ്രസക്തി ഉണ്ടാവുന്നത്. ശരി, ഇച്ചിരി പ്രസക്തി തന്നാലും എൻ്റെ പൊന്നുണ്ടാക്കാൻ, നിന്നെ വെറുതെ എല്ലാ നാട്ടുകാർ ഉണ്ടാക്കാമെന്ന് വിളിക്കണമെന്ന് ഇപ്പോൾ മനസ്സിലായോ? ഇതാണ് കഥ. ഇത് സിമ്പിളായിട്ട് പറഞ്ഞാൽ, താത്വികമായ അവലോകനം മാറ്റി വെച്ചൊരു പച്ചയ്ക്ക് പറഞ്ഞാൽ എന്താണ്, പൊതുവേദിയിലില്ല ആരിഫ്, ഞാനില്ല, ഓൺലൈനിൽ മാത്രമേ എനിക്ക് പറ്റുള്ളൂ എന്നാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി കമൻറ്റിലും എഴുകുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈമാനം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് നട്ടെല്ലുണ്ടെന്നുണ്ടെങ്കിൽ, ബാസിലിൻ്റെ ഭാഷയൊക്കെ പറയുകയാണെങ്കിൽ അതാണല്ലോ, അതൊക്കെ സാമാനമൊക്കെ ബാസിൽ പറയുന്ന സാധനമൊക്കെ ഉണ്ടെങ്കിൽ ബാസിലിനെ വിളിച്ചുകൊണ്ട് വരിക, പൊതുവേദിയിലേക്ക് വിളിച്ചുകൊണ്ട് വരിക. ഈ മാതിരി ഉടായ്പ പരിപാടികളൊക്കെ മാറ്റി വെച്ചിട്ട് പച്ചയ്ക്ക് ഇസ്ലാം സംബന്ധിച്ചിട്ടുള്ള വിഷയങ്ങൾ പറയാൻ ബാസിലിനെ വിളിച്ചുകൊണ്ട് വരിക. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഞാനിവിടെ വെല്ലുവിളി ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. അതായത് അടിമത്തം ഇസ്ലാമിലും ആധുനികതയിലും എന്ന് പറയുന്ന വിഷയത്തിൽ പൊതുവേദിയിൽ ബാസിൽ വെച്ച വിഷയത്തിൽ തന്നെ സംവാദം നടത്താൻ ഞാൻ സന്നദ്ധത അറിയിച്ചിരിക്കുന്നു. ആ വെല്ലുവിളി ഏറ്റെടുത്തിരിക്കുന്നു. ഇനിയെങ്കിലും പൊതുവേദിയിലേക്ക് വരാൻ ബാസിലിനെ നിങ്ങൾ നിർബന്ധിച്ച് കൊണ്ടുവരിക. ഈ മുങ്ങി നടക്കുന്ന പരിപാടി അവസാനിപ്പിക്കാൻ പറയുക. ഇനി ആരിഫ് മുങ്ങി എന്ന് പറഞ്ഞ് നടക്കരുത്. വെല്ലുവിളി നമ്മൾ ഏറ്റെടുത്ത് പോസ്റ്റ് ഇട്ടിരിക്കണം. ഇനി ഈ വിഷയമൊന്നും പറ്റില്ല എന്നുണ്ടെങ്കിൽ, ആധുനികത ചേർക്കാതെ ഒന്നും പറയാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ, എൻ്റെ വക കുറച്ച് വിഷയങ്ങൾ വേറെ ഞാൻ വെച്ച് തരുന്നുണ്ട്. ഒന്ന്, അടിമത്തം ഇസ്ലാമിലെ ആധുനികത. അത് ഓൾറെഡി നമ്മൾ സംവാദത്തിന് ഞാൻ അംഗീകരിച്ച് കഴിഞ്ഞ പൊതുവേദിയിലാണ്. ഇനി ഇതേപോലെ പൊതുവേദിയിൽ എടുക്കാൻ പറ്റുന്ന കുറച്ച് സാധനം. തീവ്രവാദം ഇസ്ലാമിലും ആധുനികതയിലും ബാസിലിനെ ഏറ്റെടുക്കാം, വരാം. ഹൂറികളും മദ്യപ്പുഴയും ഇസ്ലാമിലും ആധുനികതയിലും ബാസിലിന് വരാം. അല്ലെങ്കിൽ ഇതേപോലെ ബാസിൽ മതി, വേറെ ആരും വേണ്ട. പീഡോഫീലിയ, ഓക്കെ, ബാലപീഡനം, ഓക്കെ, നമ്മളെ കുട്ടികളെ പൂശൽ, അത് ഇസ്ലാമിലും ആധുനികതയിലും നമുക്കൊരു വെല്ലുവിളി, ഒരു സംവാദമായി കളയാം. മുത്താ കല്യാണം ഇസ്ലാമിലും ആധുനികതയിലും. മുത്താ കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മറ്റേ ടെമ്പററി മാരേജ്, ഓക്കെ. കൊള്ളയടി ഇസ്ലാമിലും ആധുനികതയിലും. ബ്ലാസ്ഫമി ഇസ്ലാമിലും ആധുനികതയിലും. ജിസിയ ഇസ്ലാമിലും ആധുനികതയിലും. മദ്രസ പീഡനം ഇസ്ലാമിലും ആധുനികതയിലും. മതം വിടുന്നവൻ്റെ തലവെട്ടൽ ഇസ്ലാമിലും ആധുനികതയിലും. ജൂതക്കൂട്ടക്കൊല ഇസ്ലാമിലും ആധുനികതയിലും. ചന്ദ്രനെ പിളർത്തൽ ഇസ്ലാമിലും ആധുനികതയിലും. ഇതിലേത് വിഷയമാണെങ്കിലും എടുക്കുക. എത്ര വിഷയമാണ്,
കണ്ടമാനം വിഷയങ്ങളാണ് നമ്മൾ വെച്ച് തന്നിരിക്കുന്നത്. ഏത് വിഷയം വേണമെങ്കിലും എടുക്കാം, ബാസിലിന് മുന്നോട്ട് വരാം, പൊതുവേദിയിൽ നമ്മൾ സംവദിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഒന്നുകൂടി ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ, ഒന്നുകൂടി ഓർക്കാൻ വേണ്ടിയിട്ടാണ്. വിശ്വാസികൾ ഇവിടെ ശ്രദ്ധിക്കുക, ഈ വിഷയങ്ങൾ നിങ്ങൾ എടുക്കുക. ഇനി എന്താണ് ഇവിടെ മറ്റൊരു ഉടായ്പാണ്, ഒരു വിഷയം വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് രണ്ട് വശവും പറയാൻ വേണമെന്നത്. രണ്ട് വശമുണ്ട്. അടിമത്തം നിങ്ങൾ പറഞ്ഞല്ലോ, ഇസ്ലാമും വേണം ആധുനികത വേണം, നമ്മളെടുക്കാം ഇസ്ലാമും ആധുനികതയും, രണ്ട് വശമുണ്ട് എന്ന് പറഞ്ഞ മാതിരി. തീവ്രവാദത്തിലുണ്ട് ഇസ്ലാമും ആധുനികതയും, ഹൂറികൾ മദ്യപ്പുഴ അതിലുണ്ട്, പീഡോഫീലിയയിലുണ്ട്, മൂത്ത കല്യാണത്തിലുണ്ട്, കൊള്ളയടിയിലുണ്ട്, മദ്രസ പീഡനത്തിലുണ്ട്, ബ്ലാസ്ഫമിയിലുണ്ട്, മതം വിടുന്നവൻ്റെ തലവെട്ടലിലുണ്ട്, ജൂതക്കൂട്ടക്കൊലയിലുണ്ട്, ചന്ദ്രനപ്പിള്ളർ, എല്ലാത്തിലുണ്ട് ഇസ്ലാമും ആധുനികതയും. ഇനി രണ്ട് വിഷയമില്ല, രണ്ട് ഭാഗം പറയാനുള്ള സാധനമില്ല എന്ന് ഇനി പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറിയത്. ഈ ഏത് വിഷയത്തിൽ നമ്മൾ സംവാദത്തിന് തയ്യാറാണ്, പൊതുവേദിയിലാവണം എന്നുള്ളത് മാത്രമേ നമുക്ക് നിർബന്ധമുള്ളൂ. എനിക്ക് എന്തായാലും നാറുമ്പോൾ മിനിമം പൊതുവേദിയിൽ വെച്ച് നാറണം എന്നുള്ളതാണ് എൻ്റെ ഒരു ജീവിതാഭിലാഷം. അതുകൊണ്ടാണ് കേട്ടോ, ഒന്നും വിചാരിക്കരുത്. അതിനൊരു പ്രത്യേക സുഖമാണെന്നേ. ഈ പൊതുവേദിയിൽ നാട്ടുകാരൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സ്ഥലത്ത് വെച്ചിട്ട് നമ്മളിങ്ങനെ നാണം കെടുക, എന്നെ ഊക്കുന്നത് കാണുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്നൊരു സുഖമുണ്ടല്ലോ, അതൊരു പ്രത്യേക സുഖമാണ് എൻ്റെ സാറേ. അതുകൊണ്ടാണ്, ഒന്നും വിചാരിക്കരുത്. എനിക്കത് വേണം. അതുകൊണ്ടാണ്. മറ്റേത് ഓൺലൈനാകുമ്പോൾ നമ്മൾ കാണുന്നില്ലല്ലോ, പിന്നെ നമുക്കതൊന്ന് കാണാം. മറ്റേത് നേർക്ക് നേരെ ആളുകൾ ഇങ്ങനെ മുഖത്ത് നോക്കി നിന്നിട്ട് അയ്യേ ഇവൻ എന്തൊട്ടായി കാണുന്നത്, ഈ ചെറിയ പിള്ളേർ ബാസിൽ വരെ നോക്കി പോണു എന്നൊക്കെ പറയുന്ന ആ ഒരു സാധനം കേൾക്കുമ്പോൾ ഉണ്ടാവുന്നുണ്ട്, അതൊരു സുഖമാണ്. അതിൻ്റെ പേരിലാണ്. സോ ബാസിൽ, മിസ്റ്റർ ഉണ്ണാക്കൻ, അപ്പോൾ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ, പറ്റുമെങ്കിൽ ഈ ഉടായ്പൊക്കെ മാറ്റി വെച്ചിട്ട്, ഈ ഞഞ്ഞാ പരിപാടികളൊക്കെ മാറ്റി വെച്ചിട്ട് മെച്ചുറായിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈമാനുണ്ട് എന്നുണ്ടെങ്കിൽ, അതാണ് ഞാൻ പറയാം. ബാക്കിയൊക്കെ പോട്ടെ, നിങ്ങൾക്ക് ഒന്നുമില്ലെങ്കിലും വേണ്ടില്ല, ഈമാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഒരു ഈമാനുള്ള ഒരു ഇസ്ലാമാണ്, മുസ്ലിമാണ് എന്നുണ്ടെങ്കിൽ, ഈ പറയുന്ന വിഷയങ്ങളിൽ പൊതുവേദിയിൽ ഈ പറയുന്ന സംവാദത്തിന് നിങ്ങൾ തയ്യാറായിട്ട് മുന്നോട്ട് വരാം. ബാസിൽ തന്നെ വരണം. വേറെ ഏതെങ്കിലും ചിങ്കിടികളെ ഇറക്കിയിട്ട് അല്ലെങ്കിൽ വേറെ മറ്റേ പ്രോക്സികൾ ഇറക്കിയിട്ടുള്ള പരിപാടിക്കൊന്നും നമ്മളില്ല. ബാസിൽ തന്നെ വരിക എന്നുള്ളതാണ് നമ്മളുടെ ലക്ഷ്യം. ഞാൻ ബാസിലെയാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത്. അവിടെ ജബ്ബാർ മാഷ് ബാലുശ്ശേരിയുടെ പിന്നാലെ ഓടുന്നുണ്ട്, പിന്നെ ലിയാക്കത്തും ഇവരുടെ പിന്നാലെ ഓടുന്നുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ഇവർക്ക് നല്ല സമയമാണ്. അവിടെ ബാലുശ്ശേരിയാണ് പറയുന്നത്, നിങ്ങൾ സംവാദത്തിന് നിങ്ങൾക്ക് മറുപടി ഓൺലൈൻ ഇട്ടാൽ പോരെ എന്നൊക്കെ ചെയ്യും. ഏത് പണ്ട് നമ്മൾ ജബ്ബാർ മാഷ് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോൾ അത് അന്ന് അവർക്ക് മനസ്സിലായി. ഇപ്പോൾ പറയുന്നത് നിങ്ങൾ ഓൺലൈനിൽ മറുപടി പറഞ്ഞാൽ മതി എന്നാണ് പറയുന്നത്. എങ്ങനെയുണ്ട്? ഇതാണ് അവസ്ഥ. അപ്പോൾ കാക്കാമാരുടെ കയ്യിൽ നിന്ന് കാര്യം പോയിട്ടുണ്ട്. ഈ സാധനം പുറത്ത് പറഞ്ഞാൽ ഇന്ന് നിക്കക്കളില്ല എന്നുള്ളത് അവർക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വേറെ വഴിയില്ല. അപ്പം ഞങ്ങൾ ഉത്തരം പറഞ്ഞു എന്ന് വരുത്തി തീർക്കുക, വിശ്വാസികളുടെ മുന്നിൽ ആരിഫ് മുങ്ങി എന്ന് പറഞ്ഞ് അവരെ പറ്റിക്കുക, ഇതൊക്കെയാണ് പരിപാടി. അധികം നാൾ ഓടില്ല. ഞാനത് കൃത്യമായിട്ട് ഇവിടെ സാധനം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഏറ്റെടുത്തത് ഡിസംബർ 2025 അടിമത്തം ഇസ്ലാമിലും ആധുനികതയിലും എന്ന ബാസിൽ വെച്ച വിഷയത്തിൽ പൊതുവേദിയിൽ സംവാദത്തിന് ഞാൻ തയ്യാറാണ് എന്ന് ഞാൻ അറിയിച്ചിട്ടുണ്ട്. ഇനി ബാസിലാണ് ഉത്തരം പറയേണ്ടത്, എവിടെ, എപ്പോൾ, എങ്ങനെ എന്നുള്ളത്. പൊതുവേദിയിൽ ആ വിഷയത്തിൽ, ബാസിൽ തന്നെ വിഷയത്തിൽ സംവാദത്തിന് ഞാൻ തയ്യാറാണ്. വീണ്ടും ഞാൻ പറയുകയാണ്. ഇനി ആരിഫ് മുങ്ങി എന്ന് പറഞ്ഞിട്ട് ഈ ഏഴയലത്തേക്ക് വന്നേക്കരുത്. ആരിഫ് മുങ്ങിയിട്ടില്ല. ആരിഫ് സംവാദ വെല്ലുവിളി ഏറ്റെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഇനി നിങ്ങളുടെ ആ ബാക്കി കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കും. എത്ര വേണേലും കാത്തിരിക്കും. 50 വർഷം വേണേലും ഞാൻ കാത്തിരിക്കും. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.